താങ്കൾ അദ്ദേഹത്തെ കണ്ടിറങ്ങി. ശ്രീ വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഴിമതിക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത ഒരാൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തന്നെ സുപരിചിതനാവുന്നത്. അതോടൊപ്പം പാരിസ്ഥിതിക വിഷയങ്ങളിൽ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടപ്പോൾ അതിൽ മറുവശത്ത് ആരാണെന്നോ അല്ലെങ്കിൽ തനിക്ക് എതിരാര് നിൽക്കുന്നു എന്നൊന്നും അദ്ദേഹത്തിന് പരിഗണനാ വിഷയമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ള നേതാക്കന്മാർ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് കേരളത്തിലെ ഒരു ജനകീയ മുഖം നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ദീർഘകാലം അത് അനുഭവപ്പെടും എന്നാണ് എനിക്ക് വിലയിരുത്താൻ. താങ്കളുടെ രാഷ്ട്രീയ പക്ഷത്തോട് ഏറ്റവും ശക്തമായിട്ട് വിമർശനം ഉന്നയിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അങ്ങനെ രാഷ്ട്രീയമായിട്ട് എതിർപ്പ് ഉന്നയിക്കുമ്പോഴും വ്യക്തിപരമായിട്ട് നിങ്ങളോടൊക്കെയുള്ള ബന്ധം എങ്ങനെയാണ്? അല്ല, വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിനുപരി പല വിഷയങ്ങളിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളോട് ചേർന്ന് നിന്നിട്ടുള്ള നിലപാടാണ് ഞാൻ എടുത്തിരുന്നത്. ഉദാഹരണത്തിന് ബാർക്കോഴ കേസിൽ അതിനുശേഷവും കോടതിയിൽ നിയമയുദ്ധം നടത്തിയത് അദ്ദേഹത്തോടൊപ്പം ഞാൻ മാത്രമാണ്. വേറെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും നിയമയുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരുന്നില്ല. അപ്പോൾ അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള വലിയൊരു സൗഹൃദം ഉണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും സമാനമായിട്ടുള്ള നിലപാടുകളാണ് ഞാൻ എക്കാലത്തും എടുത്തിട്ടുള്ളത്. വളരെ വളരെ നന്ദി ശ്രീ മുരളി ഞങ്ങൾ സംസാരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ ഏത് രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുമ്പോഴും അദ്ദേഹം അതിശക്തമായിട്ട് വി എസ് അച്യുതാനന്ദൻ അതിശക്തമായിട്ട് എതിർക്കുന്ന രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുമ്പോഴും ആ രാഷ്ട്രീയ പക്ഷത്തിൻ്റെ നേതാക്കൾക്ക് പോലും വി എസ് അച്യുതാനന്ദനെ ഞങ്ങളുടേത് കൂടെയാണ് എന്ന് കരസ്ഥമാക്കാനുള്ള അത്രയ്ക്ക് രാഷ്ട്രീയ ഗരിമയുള്ള നേതൃത്വമായിരുന്നു അല്ലെങ്കിൽ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. നമ്മൾ കണ്ടു വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നയാളാണ്. വി എസ് അച്യുതാനന്ദൻ ഏറ്റവും ശക്തമായിട്ട് അവസാന കാലത്ത് എതിർത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തെയാണ്. പക്ഷേ അപ്പോഴും വി മുരളീധരനെ പോലൊരു നേതാവിന് അദ്ദേഹത്തിൽ ചില ക്വാളിറ്റികൾ തനിക്ക് കൂടെ അവകാശപ്പെടാൻ, തൻ്റെ കൂടെ ഭാഗത്ത് ചേർന്ന് നിൽക്കുന്നതാണെന്ന് അവകാശപ്പെടാനുള്ളതായിട്ടുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്.